എന്ന് ഈ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ ഇവിടെയും കേട്ടറിഞ്ഞതും എടുത്തതൊന്നുമല്ല. ഈ പറഞ്ഞതിനകത്ത് വ്യക്തമായിട്ടുള്ള എവിഡൻസ് കാര്യങ്ങളും വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ലിറ്ററലി ഈ പുള്ളിക്കാരൻ നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കുമായിരുന്നു. ഉള്ള കാര്യം പറയാം. ഇനി ദൈവത്തെ ഓർത്ത് ഈ പറയുന്ന ബാലയെ പൊക്കി പിടിച്ചുകൊണ്ട് ആരും വരാതിരിക്കാനായിട്ട് നോക്കുക. കാര്യം ബാലയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അയാളുടെ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ടാണ് അയാൾ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കുന്നത്. ഇയാൾ ഇത്രയൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കാണാനായിട്ട് ഇയാൾക്ക് യാതൊരു അവകാശവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ കുളന്തയെ കാണിക്കുന്നില്ല, എൻ്റെ മോളെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇൻ്റർവ്യൂസിലും ഈ പുള്ളിയാണ് ഈ ഒരു വിഷയം വലിച്ചിട്ടത്. ഇതിനകത്ത് വേറെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു, അമൃതയാണ് ഉത്തരവാദിത്തി, ഈ പറയുന്ന മോളുടെ വീഡിയോ ആയിട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഈ പറയുന്ന ബാലയാണ്, അത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞതാണ്, ബാലയാണ് അനാവശ്യമായിട്ട് എല്ലാ ഇൻ്റർവ്യൂവിലും ഈ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. ഇത്രയും തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിയ വ്യക്തിയെ എങ്ങനെയാ പെൺകൊച്ചു വന്ന് കാണും? നിങ്ങൾ തന്നെ പറ. അല്ലെങ്കിൽ ഇതിനെതിരെ കേസ് തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണിത്. ഇത് ശരിക്കും മീഡിയസാർ ഇത് ഏറ്റെടുക്കണം. ഇത് മീഡിയസാർ ഏറ്റെടുത്തിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുക തന്നെ ചെയ്യണം. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് അലിഗേഷൻസ് മാത്രമല്ല, ഇത് വ്യക്തമായിട്ടുള്ള പ്രൂഫുണ്ട്. അത് നിങ്ങൾ ആലോചിച്ചോണം. ഇത് വ്യക്തമായിട്ടുള്ള പ്രൂഫും സംസാരിക്കുന്ന ഈ പറയുന്ന എലിസബത്ത് ഉൾപ്പെടെ സംസാരിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ചെയ്ത് കൂട്ടിയത് മുഴുവനും തെണ്ടിത്തരമാണ് ഈ ബാല ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.